സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 2025 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 83/25 ആണ്. ഈ ഒരു പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. 50 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ചോദ്യം: അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ തന്നെയാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം: USA-യുടെയും സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? USA-യുടെയും സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജോർജ് ഓർവെൽ ആണ്. ജോർജ് ഓർവെൽ. ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? ക്യാൻറ്റൺ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്യാൻറ്റൺ. ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. NAM. നോൺ അലൈൻഡ് മൂവ്മെന്റ്. നോൺ അലൈൻഡ് മൂവ്മെന്റ്. NAM. നോൺ അലൈൻഡ് മൂവ്മെന്റ്. ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് NAM ആണ്. നോൺ അലൈൻഡ് മൂവ്മെന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ്. കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ കാലാവസ്ഥയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ കാലാവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ വിമാനങ്ങൾ കൂടുതലായി പറക്കുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ കാലാവസ്ഥയെ നമ്മളിപ്പോൾ പഠിച്ചു. ഭൂമിയുടെ കാലാവസ്ഥ, അന്തരീക്ഷത്തിലെ കാലാവസ്ഥയെ പ്രത്യക്ഷമായിട്ട് സ്വാധീനിക്കുന്ന പാളി കാറ്റുകൾ, മഴ, മേഘങ്ങൾ ഇവ ഏത് അന്തരീക്ഷ പാളിയിലാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാലും ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അടുത്ത ചോദ്യം: ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ്
ഖരാവസ്ഥയിലുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് പുറംകാമ്പ്, അകക്കാമ്പ്, മുകളിലെ ആവരണം, താഴത്തെ ആവരണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഖരാവസ്ഥയിലുള്ളത് ഏത് എന്നാണ്. ഖരാവസ്ഥ ഓപ്ഷൻ ബി ആണ്. 2, 4 എന്നിവയാണ്. അകക്കാമ്പ്, താഴത്തെ ആവരണം എന്നിവയാണ്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? അകക്കാമ്പും താഴത്തെ ആവരണവുമാണ്. അടുത്ത ചോദ്യം, സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥ. സുന്ദർബൻ കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? ഒഡീഷയിലെ ബിട്ടാർ കണികയാണ് സുന്ദർബൻ കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും വലിയ കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥ. ഏറ്റവും വലുത് സുന്ദർബൻ കഴിഞ്ഞാൽ ഒഡീഷയിലെ ബിട്ടാർ കണിക. അപ്പൊ ബിട്ടാർ കണിക എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഗാലാൻഡിലാണ്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം താഴെ പറയുന്നവയിൽ നിന്നും തിരിച്ചറിയുക. നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം താഴെ പറയുന്നതിൽ നിന്നും തിരിച്ചറിയുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരോഹണ ക്രമത്തിൽ എന്നാണ്. ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാടിന് ശേഷം ആലപ്പുഴ, ആലപ്പുഴയ്ക്ക് താഴെയാണ് തൃശ്ശൂർ വരുന്നത്, തൃശ്ശൂരിന് താഴെയാണ് കോട്ടയം വരുന്നത്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. വരുന്നത് ഓപ്ഷൻ സി ആണ്. കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാട്. ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് പാലക്കാടാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏത് സംസ്ഥാനത്തെയാണ്? ഗുജറാത്തിനെയാണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചത്. ഗുജറാത്ത്. ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ 4-ാം വർഷത്തിൽ അവസാനിച്ചു. 8-ാം പഞ്ചവത്സര പദ്ധതി 1990 ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല. 1992 മാത്രമാണ് ആരംഭിച്ചത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദി എബവ് ആണ്. ഈ 3 പോയിന്റുകളും പ്രത്യേകം നോട്ട് ചെയ്യുക. പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ഏത് വർഷങ്ങളായിരുന്നു? 1966-69 കാലയളവിൽ. വാർഷിക പദ്ധതികൾ മാത്രമാണ് ഈ കാലയളവിൽ ഉണ്ടായിരുന്നത്. 1966 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ 4-ാം വർഷത്തില് അവസാനിച്ചു. അപ്പോൾ 4 വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? 5-ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 8-ാം പഞ്ചവത്സര പദ്ധതി 1990 ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല. 1992 മാത്രമാണ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? DMEOയും NILERDയും
നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രപതി നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്നു. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 3, 1ഉം 3ഉം ശരിയാണ്. DMEOയും NILERDയും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. ശരിയാണ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഹരിത വിപ്ലവത്തെക്കുറിച്ച്: ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഗ്രിഗർ മെൻഡലിനെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആയി കണക്കാക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹരിത വിപ്ലവത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ, അതും ശരിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഗ്രിഗർ മെൻഡലിനെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആയി കണക്കാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവോ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. MS സ്വാമിനാഥൻ. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനുമാണ്. അടുത്ത ചോദ്യം, GST കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? GST ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദി എബോവ്. ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക, മാനദണ്ഡങ്ങൾക്കായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 3, 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം,
2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യുകോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും 2021 കാനറ ബാങ്കിൽ ലയിച്ചു. ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുമായി ലയിച്ചത് 2021 ഈ ലയന പ്രക്രിയയുടെ ഭാഗമായിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏതാണ് ശരി എന്നാണ്. ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം ശരി. ഇന്ത്യൻ സർവീസസ് ബാങ്ക്, യുകോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ചോദിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം, ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷം, ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം, ബന്ധപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തിയ ശേഷം. ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1, 2 and 3 ഈ 3 പ്രസ്താവനകൾ പ്രകാരമാണ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രസ്താവന 1 പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. പ്രസ്താവന 2 പറയുന്നു, നടപടിക്രമങ്ങളിലെ എന്തെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 2 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ. രാഷ്ട്രത്തിന്റെ ഐക്യം, യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ, രാഷ്ട്രത്തിന്റെ അഖണ്ഡത. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തേത് മാത്രമാണ്. രാഷ്ട്രത്തിന്റെ ഐക്യം, രാഷ്ട്രത്തിന്റെ അഖണ്ഡത എന്നിവയെല്ലാം ആമുഖത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്? വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത് 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെ കുറിച്ച്. ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ട് അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായി കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കുവാൻ പാടില്ല. ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഓരോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അംഗീകാരത്തിനായി സഭകൾക്ക് മുമ്പാകെ വെക്കേണ്ടതാണ്. കൂടാതെ 6 മാസത്തിനു ശേഷം പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അംഗീകാരം പ്രഖ്യാപനത്തിന് ലഭിച്ചില്ല എങ്കിൽ രാഷ്ട്രപതിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിർത്തലാകുന്നതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരി എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്.
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായിട്ട് നിയമിച്ചു. 1946 ഡിസംബർ 11 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, രണ്ടാമത്തെ പ്രസ്താവനയാണ്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. ശരിയാണ്. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്ന മത്സ്യബന്ധനം, ടോൾ, വൈദ്യുതി, പൊതുജനാരോഗ്യം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മൂന്നാമത്തേത്, വൈദ്യുതി കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ 11 പ്രതിപാദിച്ചിരിക്കുന്നു. ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി എബോവ്. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. ശരിയാണ്. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. ശരിയാണ്. ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. ശരിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി ആയിരിക്കണം. മറ്റൊരു അംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയായി വരുന്നതോ ആയ വ്യക്തി ആയിരിക്കണം. അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? വിവരാവകാശം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 19(1)(a) ആണ്. ആർട്ടിക്കിൾ 19(1)(a). ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമാണ് വിവരാവകാശം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? സ്ത്രീകളുടെ ക്ഷേമത്തിന് അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. ഓപ്ഷൻ ഡി ആണ്, എല്ലാം എന്നതാണ് ഉത്തരം. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1957 രൂപീകരിച്ച ഭരണ പരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ തദ്ദേശ ഭരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങൾ പഠിക്കുന്നതിനും ശുപാർശ ചെയ്യുന്നതിനുമായി 1996 കെ ശശിധരൻ നായർ കമ്മീഷൻ രൂപീകരിച്ചു. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 ശരിയാണ്. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ശ്രീ EMS നമ്പൂതിരിപ്പാട്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ. കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ ഏതൊക്കെയായിരുന്നു? നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ ആയിരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക. പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായിട്ട് നടപ്പിലാക്കുക. നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ബി എൻ പ്രൗഡ് എന്നത്. എൻ പ്രൗഡ് എന്നാൽ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നു. പ്രതികരണം ആരംഭിക്കാൻ തക്ക ശക്തമായ ഉത്തേജനം, ഉത്തേജനത്തെ ഒരു പ്രേരണയാക്കി മാറ്റുന്നതിനുള്ള ഒരു റിസപ്റ്റർ, തലച്ചോറിലെ പ്രേരണയുടെ വ്യാഖ്യാനം, ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശികളിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു. ട്രെഫ. ഇതാണ് പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും വിളിക്കുന്നത് ട്രെഫ എന്നാണ്. ട്രെഫ. ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധിയെ ഡാഷ് എന്നും വിളിക്കുന്നു. ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധിയെ വേരിസെല്ല എന്നും വിളിക്കുന്നു. വേരിസെല്ല. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥ സിറോസിസ് ആണ്. സിറോസിസ്. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഏത് ദൗത്യമാണ്? ആർദ്രമാണ്. ആർദ്രം. എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജന മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തില് ആർദ്രം പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമുകളിൽ മാത്രമാണ്. സ്ഥിരമായ പ്രവേഗത്തിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഒരു ഉദാഹരണമാണ്. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഒരു ഉദാഹരണമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 4 ശരിയാണ്. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്.
വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഒരു ഉദാഹരണമാണ്. തെർമോഡൈനാമിക്സിന്റെ പൂജ്യ നിയമം ഡാഷിനെ സൂചിപ്പിക്കുന്നു. താപസന്തുലനാവസ്ഥ. തെർമോഡൈനാമിക്സിന്റെ പൂജ്യ നിയമം താപസന്തുലനിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഐക്യരാഷ്ട്രസഭ 2025 ഡാഷ് ആയി പ്രഖ്യാപിക്കുന്നു. ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ട് പ്രഖ്യാപിക്കുന്നു. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫിൻ ഒരു ഡാഷ് ആണ്. ഒരു ദ്വിമാന പദാർത്ഥമാണ്. കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫിൻ എന്നത് ഒരു ദ്വിമാന പദാർത്ഥമാണ്. വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. N greater than, F greater than, Mg greater than Al. അടുത്തത് പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡാണ് നിക്കോട്ടിൻ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര്? ഡി ഗുഗേഷ് ആണ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരം ഡി ഗുഗേഷ് ആണ്. മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുച്ചിലോട്ട് ഭഗവതി തെയ്യമാണ്. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരെന്താണ്? മല്ലിക സാരാഭായ് ആണ്. 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേര്? ആദാമിന്റെ മകൻ അബു. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. പങ്കജ് അദ്വാനി ഏത് കായികയിനത്തിലാണ് ലോക ചാമ്പ്യൻ? പങ്കജ് അദ്വാനി ബില്ലിയാർഡ്സ് ആണ്. ബില്ലിയാർഡ്സിലാണ് ലോക ചാമ്പ്യൻ. ആരാണ്? പങ്കജ് അദ്വാനി ബില്ലിയാർഡ്സിലാണ് ലോക ചാമ്പ്യൻ. കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.